വയനാട് പുൽപ്പള്ളിയിൽ മുള്ളൻകൊല്ലിയിൽ വീണ്ടും പുലിയിറങ്ങി എന്നൊരു വാർത്ത വരുന്നുണ്ട്. പി.വി. ജോഷില ഒരിക്കൽ കൂടി ചേരുന്നു. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. ജോഷില, എപ്പോഴാണ് സംഭവം? എങ്ങനെയാണ് നാട്ടുകാരെ കണ്ടത്? വിനിഷ, വയനാട് പുൽപ്പള്ളി മുള്ളൻകൊല്ലിയിലാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇന്ന് മരക്കടവിലാണ് പുലി ഇറങ്ങിയിട്ടുള്ളത്. പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. പുലി ജോയ് എന്നയാളുടെ മരക്കടവ് തേവർക്കാട്ട് കുന്നൽ ജോയ് ടി എന്നയാളുടെ 2 വയസ്സ് പ്രായമുള്ള ആടിനെ ആക്രമിച്ചു എന്നുള്ള വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. ഈ ഭാഗത്ത് കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം തന്നെ പുലി ഇറങ്ങിയിരുന്നു. ഇന്ന് മരക്കടവിലാണ് പുലി ഇറങ്ങിയതെങ്കിൽ കഴിഞ്ഞ ദിവസം കബനിഗിരിയിൽ പുലി ഇറങ്ങിയിരുന്നു. മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ കബനിഗിരി എന്ന് പറയുന്ന സ്ഥലത്ത് മറ്റൊരു ജോയ് എന്ന് പറഞ്ഞ ആളുടെ വീട്ടിൽ പുലി ഇറങ്ങുകയും ആടിനെ കൊല്ലുന്ന സ്ഥിതിയും ഉണ്ടായി. അയാളുടെ 5ഓളം ആടുകളെ പുലി കൊന്നിരുന്നു. ഇതിന് പകരമായി, അല്ലെങ്കിൽ അദ്ദേഹത്തെ സഹായിക്കാൻ, ആടുകളെ മാത്രം ആശ്രയിച്ച് ജീവിച്ചിരുന്ന ജോയിയെ സഹായിക്കാൻ വേണ്ടി വനംവകുപ്പ് 75,000 രൂപ കഴിഞ്ഞ ദിവസമാണ് ജോയിക്ക് കൈമാറിയത്. അതേസമയം തന്നെ ഇന്നും പുലിയുടെ ആക്രമണം, ഇതിന്റെ മറ്റൊരു ഭാഗത്ത് മരക്കടവിൽ പുലിയുടെ ആക്രമണം, ആടിന് നേരെയുള്ള ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ആളുകൾ ആശങ്കയിലാണ്. ക്യാമറ ട്രാപ്പുകൾ വനംവകുപ്പ് ഈ പ്രദേശങ്ങളിലാകെ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. എന്തായാലും വനംവകുപ്പിന്റെ അതീവ ശ്രദ്ധ ഈ ഒരു ഭാഗത്ത് ഉണ്ട് എന്നുള്ളതാണ്. ജനങ്ങളോട് ജാഗ്രത പാലിക്കണം എന്നുള്ളത് വനംവകുപ്പ് നേരത്തെ തന്നെ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. വിനിഷ. ശരി, വയനാട്ടിൽ നിന്ന് ജോഷിലയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. വയനാട് പുൽപ്പള്ളി മുള്ളൻകൊല്ലിയിലാണ് പുലി ഇറങ്ങിയത്. കബനിഗിരി മരക്കടവ് തേവർക്കാട്ട് ജോയിയുടെ വീട്ടിലെ 2 വയസ്സ് പ്രായമായ ആടിനെ പുലി കടിച്ചു കൊന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ജാഗ്രതയോടെ ഇരിക്കാനാണ് വനംവകുപ്പിൻ്റെ നിർദ്ദേശം. ഏതായാലും പുലിക്കായുള്ള തെരച്ചിൽ നടപടികളൊക്കെ വനംവകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്.